പ്രൈസ് ഗോഡ്. നമ്മൾ എസെക്കിയേൽ 37 വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. അപ്പം എസെക്കിയേൽ പറയാം, കർത്താവേ, അത് നിനക്കറിയാം, ജീവിക്കുമോ ഇല്ലയോ എന്തുവാ സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ പ്രവചിക്കാം, അതിൻ്റെ മേൽ ജീവൻ വരും എന്നല്ല പറഞ്ഞത്, നീ പ്രവചിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരു കാര്യം കർത്താവിൽ അർപ്പിച്ചിട്ട് കർത്താവെ ഓക്കെ പോരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കാം എന്നുള്ളതല്ല. കർത്താവ് പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ കരം ആരുടെ മേൽ വന്നിട്ടുണ്ടോ അവർ മുഖാന്തരമാണ്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത്, ഞാൻ പറയുമ്പോൾ വീണ്ടും ജനിച്ചവരെ പറ്റി തന്നെയാണ് പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ കൂടെ കർത്താവാണ് നമ്മളോട് പ്രവർത്തിക്കുന്നത്. അവിടെ വന്നിട്ട് ദൈവം ഞാൻ പ്രവചിക്കാം, ആ അസ്ഥിമേൽ ജീവൻ വെക്കും എന്നല്ല പറഞ്ഞത്, നീ പ്രവചിക്കാം എന്നാണ്. ഹല്ലേലൂയ. നമ്മളതിനെ തിരിച്ചറിയണം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്നതും നമ്മളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് വ്യത്യാസം അറിയാൻ പറ്റും. കർത്താവിൻ്റെ ഹിതം നടക്കുന്നിടത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആദ്യം ആ ഒരു ഉറപ്പും ധൈര്യവും നമുക്ക് വേണം. നമ്മൾ എന്തൊരു കാര്യം കർത്താവിൽ അർപ്പിച്ച് മുന്നോട്ട് പോയി നോക്കിയേ, നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് വെളിപ്പെടും, പിന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഗോഡ് ബ്ലെസ് യു.